വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് പല്ലശ്ശനയിലെ കുട്ടിക്ക് ഇന്ന് ശസ്ത്രക്രിയയാണ്. മുറിച്ചു മാറ്റിയ കൈയിലെ പഴുപ്പ് നീക്കം ചെയ്യാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് ശസ്ത്രക്രിയ നടക്കുക. അതിനിടെ ഡോക്ടേഴ്സിൻ്റെ സസ്പെൻഷൻ നടപടിയിൽ ഈ കുട്ടിയുടെ കുടുംബം ഒട്ടും തൃപ്തരല്ല. നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് കുടുംബം പറയുന്നത്. ദീപക് തരമടം കോഴിക്കോട് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തരമടം, അപ്ഡേറ്റ്സ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടിയുടെ കൈയുടെ പ്രശ്നങ്ങളാണ്. കയ്യിൽ പഴുപ്പുണ്ട്. ആ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള അനസ്തേഷ്യ നൽകിയുള്ള ഒരു വലിയ ശസ്ത്രക്രിയയാണ് ഇന്ന് നടക്കുന്നത്. കാരണം ഞാൻ അല്പം മുൻപ് മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ച സമയത്ത് അനസ്തേഷ്യ നൽകി ഈ കൈയുടെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ച് പസ് ഉള്ളിലുണ്ടോ എന്നുള്ളെങ്കിൽ അതെല്ലാം തന്നെ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയിലേക്കാണ് കടക്കുന്നത്. കാരണം അത് കുട്ടിയുടെ ശിഷ്ടഭാഗം കൈ സുരക്ഷിതമായി വെക്കാൻ അനിവാര്യമാണ് എന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയയിലേക്ക് കടന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അതുപോലെ പ്രിൻസിപ്പൽക്കും നിർദ്ദേശം നൽകി അവരുടെ മേൽനോട്ടത്തിൽ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ആരോഗ്യ പുരോഗതി വിലയിരുത്തണമെന്നുള്ള ചികിത്സ മേൽനോട്ടം വഹിക്കണമെന്നുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ 24 ആണ് പുറത്തുവിട്ടത്. ആ ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ KGMO രംഗത്ത് വന്നിരുന്നു. കാരണം സർക്കാർ ഇത്തരം സസ്പെൻഷൻ നടപടി ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരം നടപടി അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു KGMOയുടെ പത്രക്കുറിപ്പ്. പക്ഷേ എന്നാൽ കുടുംബമാണെങ്കിൽ സസ്പെൻഷനിൽ തൃപ്തരല്ല. ഈ കൈ മുറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത കള്ളം പറഞ്ഞ 2 ഡോക്ടേഴ്സുണ്ട്. അവർക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ നിലപാട്. ഏതായാലും ഇന്ന് ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും കുടുംബം ഈ കാര്യത്തിലേക്ക് നിയമ നടപടിയിലേക്ക് കടക്കുക. ദീപക് തരമടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.